മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഹായ്. അപ്പോൾ ഇന്ന് നമ്മുടെ ഡേ 2 ഓഫ് ഗോവയാണ്. ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് കുറച്ചൊരു ഓഫ് ബീറ്റ് സൈഡ് ഓഫ് ഗോവ, അത്ര കണ്ടിട്ടില്ലാത്തൊരു സൈഡ് എക്സ്പ്ലോർ ചെയ്യാം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. സാധാരണ നമ്മൾ ഗോവ എന്ന് പറയുമ്പോൾ ബീച്ചസ് അങ്ങനത്തെ ഒരു വൈബാണല്ലോ. പക്ഷേ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ഗോവയിലെ കുറച്ച് അടിപൊളി മ്യൂസിയങ്ങളും ഫൗണ്ടൻ ഹൗസ് എന്ന് പറഞ്ഞ് ഗോവയിലെ പോർച്ചുഗീസ് സ്റ്റൈൽ കെട്ടിടങ്ങളൊക്കെ ഇപ്പോഴും ഉള്ള സ്ഥലത്താണ്. അതാണ് ഇപ്പോഴത്തെ പ്ലാൻസൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. പ്രത്യേകിച്ച് ജാനുമി ഉള്ളതുകൊണ്ട് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. പക്ഷേ ആസ് ഓഫ് നൗ അതാണ് നമ്മുടെ പ്ലാൻ. ജോയിൻ us ഓൺ ഡേ 2 ഓഫ് ഗോവ. നമ്മളിവിടെ മ്യൂസിയം ഓഫ് ഗോവയിൽ എത്തിയിരിക്കുകയാണ്. കണ്ടിട്ട് അടിപൊളിയാണെന്ന് തോന്നുന്നു അല്ലേ? ഇവിടെ ഇന്ത്യൻ നാഷണൽസിന് 200 റുപ്പീസാണ് ടിക്കറ്റ്. പക്ഷെ അത് വേർത്തായിരിക്കുമെന്ന് തോന്നുന്നു. ഇപ്പോൾ വന്നിറങ്ങിയപ്പോൾ തന്നെ ജാനുമി ഇതാര് ആക്ച്വലി ഇവിടെ ഇനിയും 2 നില ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് തോന്നുന്നു മൊത്തം 3 നിലയുണ്ട്. ഇതിനകത്ത് തന്നെ ഒരു കാഫറ്റീരിയ സ്പേസ് ഒക്കെ ഉണ്ട്. മൊണാലിസ എന്ന് പറയുന്ന ആർട്ട് വർക്കിനെ കണ്ട്. മൊണാലിസ എന്ന് പറയുന്ന ആർട്ട് വർക്ക് രാവിലെ ഒന്ന് സൺസ്ക്രീൻ തേച്ചതാ, കുറച്ച് വെളുത്തു പോയി. ഇതാണ് ഇതിനകത്ത് ചിൽഡ്രൻസ് ആർട്ട് സ്റ്റുഡിയോ. ഒരു ജാനുവിയുടെ പ്രായത്തിലുള്ളവർക്ക് അത്ര പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷേ കുറച്ചുകൂടെ പ്രായമുള്ള കുട്ടികൾക്ക് എനിക്ക് തോന്നുന്നു ഇവിടെ ഇരുന്ന് കളർ ചെയ്യാം, ആർട്ട് ഉണ്ടാക്കാം, വീട്ടിൽ കൊണ്ടുപോകാം, അങ്ങനത്തെയൊക്കെ സെറ്റപ്പാണെന്ന് തോന്നുന്നു. രസമുണ്ട്. അവർക്ക് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമായിരുന്നു. ജാനുമേ, ഗണപതി സ്വാമി, ഗണപതി സ്വാമി തൊഴ, സ്വാമി തൊഴ, സ്വാമി തൊഴ. എടാ പിന്നെ ഇത് ഗണപതി അല്ലേ? ഇല്ലമാ, ഞാൻ നോക്ക്, ഒരു കൊമ്പ് പകുതിയേ ഉള്ളൂ. ഇത് ഗണപതിയാ. ഉന്നേറെ ഞാൻ അടി മേടിക്കുന്നത് ഇതിനെ ഗണപതി എന്ന് വിളിച്ചത്. ആക്ച്വലി ഗണപതി അല്ല, ഒരു ഗണപതിയുടെ ഒരു ആർട്ട് വർക്ക് ചെയ്തിരിക്കുന്ന അല്ലേ? നിങ്ങൾ കമൻറ്റ് ചെയ്യും. ആരെങ്കിലൊക്കെ ഈ വീഡിയോക്ക് കമൻറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ ചമ്മിതാറ് ഇത് നമ്മുടെ ഫസ്റ്റ് വീഡിയോ ഒക്കെ ആയിട്ട് വരും. അതുകൊണ്ട് ആരും കണ്ടവരാരെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യുക കേട്ടോ. നമ്മളപ്പോൾ ഇവിടുത്തെ കഫേയിൽ വന്നു എന്തെങ്കിലും കുടിക്കാമെന്ന് വിചാരിച്ചു. ഭയങ്കര ചൂടാണ്. ഗോവയിൽ രാവിലെ പുറത്തിറങ്ങാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പ്രയാസമുള്ള പരിപാടിയാണ്. നമ്മൾ ജ്യൂസൊക്കെ കുടിച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്നായിരിക്കും. ജനുവിയുടെ വാട്ടർമെലൻ ജ്യൂസ് വന്നത് മടുമടാന്ന് അടിച്ചോണ്ടിരിക്കുക. കൊള്ളാം ജനുവി. നമ്മൾ ഐസ് ടീയും എത്തിക്കഴിഞ്ഞു. ഐസ് ടീക്ക് ഭയങ്കര മധുരമെന്നാണ് ഉണ്ണി പറയുന്നത്. ഞങ്ങൾ പൊതുവെ മധുരം ഇത്തിരി അധികം വേണ്ടാത്ത ആളുകളാണ്. ആ മധുരത്തിൻ്റെ റിയാക്ഷനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നീ ആക്ച്വലി ഒരുപാട് പറഞ്ഞതുകൊണ്ട് ഞാൻ എക്സ്പെക്ട് ചെയ്തുകൊണ്ട് വലിയ കലങ്ങിയ ജന്മ കലങ്ങിയ ഇവിടെ പിന്നെ എന്തും കലങ്ങി, എന്തും പൊക്കോള് പുലി. ജാനുമിക്ക് നമ്മൾ ഈ മറ്റേ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പണ്ട് ഇങ്ങനത്തെ റീൽസ് കൊച്ചു പിള്ളേർക്ക് നാരങ്ങ കൊടുക്കുമ്പോൾ അവരുടെ റിയാക്ഷൻ അപ്പോൾ സുഖം പണ്ട് മുതലേ വരും. നമുക്ക് എന്തെങ്കിലും കൊച്ചുണ്ടാകും ഇത് ചെയ്ത് നോക്കണം. അങ്ങനെ ആക്ച്വലി ജാനുവരി ഉണ്ടായിക്കഴിഞ്ഞാൽ ഞങ്ങൾ അതൊക്കെ ചെയ്ത് നോക്കാൻ വേണ്ടി ഒരു പീസ് നാരങ്ങ കൊടുത്തു. ഒരു ഭാവ വ്യത്യാസം ഇല്ലായിരുന്നു ഈ കൊച്ചിന്. ആ കൊച്ചാണ് ജനുമ. ശരിക്കും ഒത്തിരി കാണാനുണ്ട് കേട്ടോ മ്യൂസിയം ഓഫ് ഗോവയിൽ. ഒരുപാട് ടൈപ്സ് ഓഫ് ആർട്ട് വർക്ക് ഉള്ള. നിങ്ങളൊരു ആർട്ട് എൻജോയ് ചെയ്യുന്ന ആളാണെങ്കിൽ മസ്റ്റ് ഗോ ആണ്, അല്ലെങ്കിലും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്. ഇൻഫാക്ട് ജാനുമിയൊക്കെ ഒരുപാട് എൻജോയ് ചെയ്തു. ഇതിൻ്റെ റിഫ്ലക്ഷൻ കാരണം നിങ്ങൾക്ക് നേരെ കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല. ഇങ്ങനൊരു സംഭവം ഉണ്ട് ഇവിടെ. ഇതിൻ്റെ ഉദ്ദേശിച്ചത് എനിക്കൊന്ന് ഫിഷിനെ ഡൈസെക്ട് ചെയ്യുമ്പോൾ ഉള്ള പോർഷനാണ് കാണിക്കുന്നത്. ഇത് ഓരോ ഫിഷ് ടൈപ്സ് ആണ് തോന്നുന്നു അവർ മെയിൻ ചെയ്തിരിക്കുന്നത്. യെസ്, അങ്ങനെ നമ്മളത് കണ്ടുപിടിച്ചിരിക്കുന്ന സന്ദേശമുണ്ട്.
എൻ്റെ ഉള്ളിൽ ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്, പിന്നല്ല പക്ഷെ അത് ഫുഡിൻ്റെ രീതിയിലാണെന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആർട്ടിസ്റ്റ് ബേബി ആർട്ടിസ്റ്റ് ബേബി ഒരു ഫുഡിൻ്റെ രീതിയിൽ മാത്രമാണെന്നേ ഉള്ളൂ. തളരരുത്. അതാ ഇതുമൊക്കെ അത് തന്നെ തോന്നുന്നു. ഒരു കുട്ടി ഒരു ആർട്ട് ഗാലറിയിൽ പോയിട്ട് ഇത്ര എൻജോയ് ചെയ്യുന്നത് ഞങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ജാനുമി ഹാഡ് എ ലോട്ട് ഓഫ് ഫൺ ദെയർ. അവിടെ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ആനിമൽ ഫിഗറീൻസും അങ്ങനത്തെ യൂഷ്വൽ ആർട്ട് ഗാലറീസ് കാണാത്ത ഒത്തിരി പിള്ളേരെ ഇൻട്രസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ അവിടെ ഉണ്ട്. അഫ്കോഴ്സ് നമ്മൾ ശ്രദ്ധിക്കണം അവരൊന്നും തട്ടിമറിച്ചിടാതെ. പക്ഷേ ഇറ്റ് വാസ് വർത്ത് ഇറ്റ്. ബൈക്കല്ലേ അത് ഈ ഒരു സംഭവം ഇവിടുത്തെ എന്തോ മെയിൻ ആർട്ട് വർക്ക് ആണെന്ന് തോന്നുന്നു. ബിക്കോസ് മ്യൂസിയം നമ്മൾ വന്ന പോലെ ഈ മ്യൂസിയത്തിൻ്റെ ബോർഡും ലോഗോസും ഒക്കെ കാണുന്നതിൽ ഈ ഒരു റെഡ് ചില്ലി ആണ് അതിൻ്റെ ലോഗോ. ടീ ബാഗ്സ് വെച്ചുണ്ടാക്കിയിരിക്കുന്നതാണ്. ഫുൾ ടീ ബാഗ്സ് കാണാൻ വിചാരിക്കുന്നു. ഞങ്ങളുടെ ടീ ബാഗ് അതും പല ടൈപ്പ് ഓഫ് ആർട്ടാണ്. പല മോഡേൺ, കണ്ടംപററി, ഓൾഡ് സ്റ്റൈൽ, അങ്ങനെ എല്ലാം ഉണ്ട്. കടുവയല്ലേ? ചൂലാണ്. ചക്കയുടെ പുറത്ത്, പക്ഷെ ചക്കയുടെ മഷ്റൂംസ് ആണല്ലേ, ചക്കയല്ല. പക്ഷെ എന്നാലും കിടില. ഇത് ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് ആണ് കേട്ടോ. ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് ആണ്. ഇത് നമുക്ക് തന്നെ പെയിൻറ്റ് ചെയ്ത് നമ്മുടെ രീതിക്ക് ഇവിടെ എഴുതി ബൈ എ സുവനിയർ പെയിൻറ്റ് ഇറ്റ് യുവർ ഓൺ വേ ആൻഡ് ടേക്ക് ഇറ്റ്. പാവ് ഭാജി കൊണ്ടുള്ള ഒരു ആർട്ട് വർക്കാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേ ഡിയർ കസ്റ്റമേഴ്സ്, നിങ്ങൾക്കിത് ലഭ്യമാകുന്നു മ്യൂസിയം ഓഫ് ഗോവയിൽ മാത്രം. ഈ സാധനത്തിൻ്റെ വില എത്ര? 6 ലക്ഷം രൂപയാണ്. എന്നിട്ട് ജാനുവിക്ക് ഇത് വേണോ? ഇത് വേണോ ജാനുവിക്ക്? ഇത് വേണോ? എവിടെ വീട്ടിൽ കൊണ്ടുപോകാനോ? നല്ല ആഗ്രഹം. ഈ മ്യൂസിയം ഓഫ് ഗോവ ശരിക്കും ഒരു ഓഫ് ബീറ്റ് ഗോവ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നിങ്ങളൊരു ആർട്ട് ലവർ ആണെങ്കിൽ ഉറപ്പായിട്ടും എൻജോയ് ചെയ്യും. ഞാൻ പിന്നെയും പറയുകയാണ്, അല്ലെങ്കിൽ പോലും നിങ്ങൾ എൻജോയ് ചെയ്യും. ഒരുപാട് നോർമൽ സാധനങ്ങളിൽ നിന്ന് ആർട്ട് വർക്ക് ഉണ്ടാക്കിയിരിക്കുന്ന ഒത്തിരി അങ്ങനത്തെ ഇൻട്രസ്റ്റിംഗ് സാധനങ്ങൾ അവിടെ കാണാൻ പറ്റും. ഒരു ഫുൾ ഡേ വേണമെങ്കിൽ അവിടെ സ്പെൻഡ് ചെയ്യാം, അറ്റ്ലീസ്റ്റ് ഹാഫ് ഡേ ഫോർ ഷോ. ജാനുമി ബോബറ്റി അല്ലേ? ബോബറ്റിയുടെ വാലുണ്ട്. ബോബറ്റി ജാനുമി പട്ടിയെ ബോബോ എന്ന് വിളിച്ച് തുടങ്ങിയതാണ്. അങ്ങനെ അത് ബോബറ്റിയായി. ജാനുമി പട്ടികളെ കാണാൻ ബോബറ്റി എന്ന് പറയും. കേൾക്കുന്നവർക്ക് പോപട്ടി എന്ന് തോന്നുമെങ്കിലും അത് ബോബറ്റി അല്ലേ ജാനുമി? ഞങ്ങളുടെ വ്ളോഗിങ് അബദ്ധം ആദ്യമായിട്ട് ചെയ്യല്ലേ ഗൈസ്. അതിന്റെ വ്ളോഗിങ് അബദ്ധങ്ങൾ കൊണ്ട് തിരിച്ചു ഞാൻ എന്തോന്നോ എടുത്ത് പറയാൻ പോയപ്പോഴേക്കാണിടയ്ക്ക് ഉണ്ണി എന്തോ പറഞ്ഞു. അപ്പൊ ഞാൻ ഫോണിലൊക്കെ വിളിക്കുന്ന പോലെ ഹലോ എന്ന് വിളിച്ചു. അതായത് ഹലോ എന്ന് പറയുന്നത് പോലെ ഹലോ. അതിന്റെ ചിരിയും ബഹളങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഇനി നമ്മുടെ മ്യൂസിയം നമ്പർ 2, ഹൗസസ് ഓഫ് ഗോവ മ്യൂസിയം നമ്പർ 2 എത്തിയിരിക്കുകയാണ്. ജാനുമി ഉറങ്ങിപ്പോയി. വണ്ടിയിലിരുന്നാണ് ജാനുമി ഉറങ്ങിപ്പോയി. ഈ ബിൽഡിങ്ങാണ് സംഭവം. ബിൽഡിംഗ് തന്നെ നല്ല രസമുണ്ട്, എൻ്റെ ആർക്കിടെക്ചറും കാര്യങ്ങളൊക്കെ. ഈ ഹൗസസ് ഓഫ് ഗോവ മ്യൂസിയം ശരിക്കും ഗോവയിലെ ആർക്കിടെക്ചറിനെ ഹൈലൈറ്റ് ചെയ്യുന്ന, അതിന് ഷോക്കേസ് ചെയ്യുന്ന ഒരു മ്യൂസിയമാണ് കേട്ടോ. ഒരുപാട് അവിടെ യൂസ് ചെയ്യുന്ന കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ്, അവിടുത്തെ ആർക്കിടെക്ചറിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ, ഇതൊക്കെ നിങ്ങൾക്ക് ഇവിടെ കിട്ടും. നമ്മളതായി ഈ മ്യൂസിയത്തിൻ്റെ ഒരു ബാൽക്കണി പോലത്തെ സ്പേസിൽ നിൽക്കുകയാണ്. ആർക്കിടെക്റ്റിന്റെ വീട് ഏത്? ഈ ഗോവ ഹൗസസ് ഓഫ് ഗോവ മ്യൂസിയം ചെയ്ത ആർക്കിടെക്റ്റിൻ്റെ വീട്. ഓ ഇതാണല്ലോ, അടിപൊളിയില്ല. അത് വീട് മ്യൂസിയത്തിനൊക്കെ കിടലാക്കിയിട്ടുണ്ട്. ആക്ച്വലി ഇതിങ്ങനെ മ്യൂസിയം ഒരു ടവർ പോലെയാണ്. നിങ്ങൾ ട്രിവാൻഡ്രത്തുള്ളവരാണെങ്കിൽ ഇന്ത്യൻ കോഫി ഹൗസ്, തമ്പാനൂർ ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ ഒരു ടവർ പോലെയാണ് ഹൗസസ് ഓഫ് ഗോവ മ്യൂസിയം അല്ലേ? അതിൻ്റെ ഒരു ചെറിയൊരു മിനിയേച്ചർ വേർഷൻ പോലെ കയറി ഓരോ ഫ്ലോറും ചെറുതായി. ഇതാണ് ഇപ്പോൾ ടോപ്പ് ഫ്ലോർ. എന്തായാലും നല്ല രസമുണ്ട്, ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ്. അല്ല, ആർക്കിടെക്ചറിലോട്ട് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഇവിടെ വന്നിരുന്ന ടൈം സ്പെൻഡ് ചെയ്യാൻ ഒത്തിരി ഉണ്ട്. ഒത്തിരി ഇൻഫർമേഷൻ ഉണ്ട്. ആക്ച്വലി ഇതാ ഈ സംഭവം, ഈ ബാൽക്കാവ് എന്ന് പറയുന്ന സംഭവം. ഞാനിങ്ങനെ നമ്മൾ ഇവിടെ താമസിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ തപ്പിയപ്പോഴത്തേക്കും ഒത്തിരി ഇങ്ങനെ എന്താ ബ്ലൂ വൈറ്റ് ബാൽക്കാവ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ, അതായത്
ഹോട്ടൽസിൻ്റെ പേര്. അപ്പോൾ ബാൽക്കാവിന് പലതിലും കണ്ട്. നമ്മളിപ്പോൾ മറ്റേ നാട്ടിൽ വില്ല എന്നൊക്കെ പറയുന്ന പോലെ. അപ്പം ഞാൻ വെച്ചത് എന്ത് സംഭവം. അപ്പോൾ ഇവിടെ കണ്ടപ്പോൾ ഈ ഇരിക്കുന്ന നമ്മുടെയൊക്കെ സിറ്റ് ഔട്ട് എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു സെറ്റപ്പാണ്. ഇത് വാങ്ങിച്ചപ്പോഴാണ് മനസ്സിലായത്. ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അത് നിങ്ങളുടെ ഒരു വൈബാണെങ്കിൽ ഡെഫിനറ്റായിട്ട് വന്ന് നോക്കുക. നമുക്കങ്ങനെ സത്യം പറഞ്ഞാൽ ഒരു വെക്കേഷൻ പോകുമ്പോൾ ഭയങ്കര ഇൻഫോർമേറ്റീവ് അങ്ങനെ നോക്കുന്ന ആളുകളല്ല നമ്മൾ. പക്ഷേ ഇതൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഇഷ്ടപ്പെട്ടു. നോട്ട് എ വേസ്റ്റ്. അങ്ങനെ ഹൗസസ് ഓഫ് ഗോവ മ്യൂസിയം കണ്ടതിന് ശേഷം ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു മാരിയോ ഗാലറി എന്ന് പറഞ്ഞ സുവിനിയേഴ്സ് ഒക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു ഗാലറി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് ചെയ്തത്. അതിന് മുമ്പ് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ താഴെ തന്നെ ഒരു കഫേ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് നമ്മൾ കുറച്ച് സ്നാക്കിംഗ് ഒക്കെ ചെയ്തിട്ട് നേരെ മാരിയോ ഗാലറിയിൽ പോയി. അവിടെ ആക്ച്വലി അകത്തേനൊക്കെ ഭംഗിയായിരുന്നു കേട്ടോ. പുറത്ത് കുറേ ബൊഗെയിൻ വില്ലയൊക്കെ പൂത്ത് നല്ല പീസ്ഫുൾ ആയ സ്ഥലം. കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്ന് അകത്ത് കയറി സൊവിനിയറും വാങ്ങിച്ചിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് പോയത്. ഇവിടെ സുബിൻ പറഞ്ഞ ഗോവ ഒരു വേറെ വൈബ് തന്നെ. നല്ലൊരു നാട്ടുംപുറം പോലെ ഒരു സെറ്റപ്പ് ആണെങ്കിലും എന്നിങ്ങനെ എന്തോ പറയാൻ തുടങ്ങിയത്. നാട്ടുംപുറം എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ഒരാൾ പാട്ട് തുടങ്ങി. ഏത് പാട്ട്? ഞാൻ പാട് നാട്ട് 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 വീരനാട്ട്. അങ്ങനെ നമ്മൾ നമ്മുടെ അടുത്ത താമസ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. അത് ഈ കാണുന്നതാണ് കേട്ടോ. ഈ കാണുന്ന ബിൽഡിംഗ് നല്ല രസമുണ്ട്. ഒരു ഹെറിറ്റേജ് ബിൽഡിംഗ് ആണെന്ന് തോന്നുന്നു. ഹെറിറ്റേജ് എന്നൊക്കെ ഇങ്ങനെ പറയാം. പഴയൊരു ബിൽഡിംഗ്. റോയൽ ഫീനിക്സ് ഇൻ. നമ്മളിത് ബുക്ക് ചെയ്തത് എയർബിഎൻബി വഴിയാണ്. അതുകൊണ്ട് ഇത് റോയൽ ഫീനിക്സ് ഇൻ ആണെന്നൊക്കെ ഇവിടെ വന്നിട്ടാണ് ഞങ്ങൾ പറഞ്ഞത്. എയർബിഎൻബിക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ. അവർ അഡ്രസ്സും കാര്യങ്ങളും മറ്റ് ഡീറ്റെയിൽസും ഒക്കെ ലാസ്റ്റ് നമ്മൾ ബുക്കിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടല്ലേ പറയും. ഈ റൂമിന് അത്യാവശ്യം നല്ലൊരു ഇങ്ങനെ ഒരു സിറ്റ് ഔട്ട് സ്പേസ് ഉണ്ട് കേട്ടോ. നല്ല സ്പേഷ്യസ് ആയ ഒരു ടേബിളും ഒക്കെ ഉള്ള നല്ലൊരു സിറ്റ് ഔട്ട് സ്പേസ്. ഈ കോറിഡോർ വഴിയാണ് നമ്മളിപ്പോൾ കയറി വന്നത്. അത് കഴിഞ്ഞിട്ട് ഈ റൂമിന് മാത്രമായിട്ട് തന്നെ ഇങ്ങനെ ഒരു നല്ലൊരു സ്പേഷ്യസ് ഏരിയ ഉണ്ട്. ബുക്കൊക്കെ വായിക്കാൻ തോന്നുന്നു. കുറേ എന്തോ ബുക്സൊക്കെ ഉണ്ട്. അതൊക്കെ നോക്കാൻ സമയം കിട്ടുമോ എന്നറിയില്ല. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ വന്നാലും ഇതാണ് റൂമും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. ഞാൻ ഫോട്ടോയിൽ കണ്ടതിനെക്കാട്ടിലും. ഒരു ഫ്രിഡ്ജുണ്ട്, ടി വി ഉണ്ട്, ഒരു കിച്ചണറ്റ് സ്പേസ് പോലെ ഉണ്ട്. ബെഡ് കുറച്ച് ചെറിയ ബെഡാണ്, പക്ഷെ കൊള്ളാം. ഒരു വാർഡ്രോബ് ഉണ്ട്. ഇവിടെ അത്യാവശ്യം ടീ കോഫി ഒക്കെ ഇടാനുള്ള സെറ്റപ്പ് ഉണ്ട്. കുറച്ച് സ്നാക്സ് ഒക്കെ ചെയ്ത് ജാനുമി കണ്ടു കഴിഞ്ഞാൽ സന്തോഷം. ജാനുമി നോക്ക. പൊട്ടിക്കാം. ഇതാണ് ബാത്റൂം. ഒരു ബാത്ത് ടബൊക്കെ ഉണ്ട്. അടിപൊളിയാണല്ലോ, കൊള്ളാം. ഞാൻ പോയി ജാനുമിക്ക് ഓറിയോ പൊട്ടിച്ച് കൊടുക്കട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് കാണാം. നമ്മുടെ ഇമ്മാക്കുലേറ്റ് കൺസെപ്ഷൻ ചേർച്ചിൽ വന്നിരിക്കുകയാണ്. ഈ ചർച്ച് അടച്ചു എന്നാണ് തോന്നുന്നത്. പക്ഷെ എന്നാലും അറ്റ്ലീസ്റ്റ് പുറത്തുനിന്നെങ്കിലും കാണാം എന്നുള്ളൊരു ഇതിൽ ഞങ്ങൾ വന്നിരിക്കുകയാണ്. നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നല്ല നട്ടപ്പറ വെയിൽ കേട്ടോ ഈ സമയത്ത്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ചർച്ച് അടച്ചു. 5:30 പോലും ഇത് അടയ്ക്കുന്നത്. അപ്പോൾ അത് അടച്ചു. എന്തായാലും പുറത്തുനിന്ന് ഇപ്പോൾ കണ്ടു. ഇവിടെ മൊത്തം കുറേ ഇങ്ങനത്തെ ടൈപ്പ് സ്റ്റോൺ കുറേ ഉണ്ടല്ലേ. കുറേ മാത്രമൊക്കെ ഗോവ സത്യം പറഞ്ഞാൽ നമ്മുടെ നാട് പോലെ തന്നെയാണ് കേട്ടോ. ഇപ്പോൾ തന്നെ ഈ ചേർച്ച് നോക്കിക്കേ. ഇത് നമ്മുടെ നാട്ടിലൊരു ചേർച്ചുണ്ട്. തെങ്ങ്, ആ ചേർച്ചിൻ്റെ ഒരു ലുക്ക് എല്ലാം കണ്ട് ആക്ച്വലി നമ്മുടെ നാട് പോലൊക്കെ തന്നെ ഇരിക്കും. എക്സെപ്റ്റ് ഇപ്പോൾ ഈ പറഞ്ഞ ആ പടിക്കെട്ട് കാണുമ്പോൾ ഒരു വ്യത്യാസമുണ്ട്. അങ്ങനെ എല്ലാ നാട്ടിലും ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ യുണീക്ക് സംഗതികളാണല്ലോ. അത് കാണുമ്പോൾ ഒരു രസം തന്നെയാണ്. അത് എക്സ്പീരിയൻസ് ചെയ്യാനൊരു രസം തന്നെയാണ്. നമുക്ക് ട്രാവലിംഗ് ഇഷ്ടവും അതൊക്കെ കൊണ്ടാണെന്ന് തോന്നുന്നു. ഇതാണ് ഗോവ സ്റ്റേറ്റ് സെൻട്രൽ ലൈബ്രറി. ഇതിങ്ങനെ ഭയങ്കര ഡെവലപ്മെൻ്റ് ഒക്കെ നടക്കുന്ന ഒരു സൈഡ് ഓഫ് ഗോവയുണ്ട്. അതൊന്നും നമ്മൾ സത്യം പറഞ്ഞാൽ
അറിയുന്നില്ല, കാണുന്നില്ല എന്നുള്ളതാണ് സത്യം. മാംഗ്രോവ് ബോർഡ് വാക്ക് എന്ന് പറഞ്ഞൊരു സെറ്റപ്പ് ഉണ്ട് ഇവിടെ എന്നറിയാൻ സാധിച്ചിട്ട് അത് കാണാനായി വന്നേക്കുകയാണ്. ജാനുവും അച്ഛനും എത്തിയിട്ടുണ്ട്. ഇങ്ങനൊരു വഴിയൊക്കെയാണ്. ഇത് തുറന്നിരിക്കുവാണോ അടച്ചിരിക്കുവാണോ എന്നൊന്നും അറിഞ്ഞൂടാ. ശരിക്കും സിറ്റിയുടെ സെൻറ്ററിൽ തന്നെയാണ്. ഞാൻ എന്താ കാണിച്ചില്ല ഇത്രയും വലിയ ഡെവലപ്മെൻറ്റ് കാര്യങ്ങൾ. അപ്പോൾ അതിനകത്ത് ഇങ്ങനൊരു മാംഗ്രോവ് ഉണ്ട്. മാംഗ്രോവ് എന്ന് പറയുമ്പോൾ എന്തുവാ മലയാളം എന്തുവാ ശരിക്കും പറഞ്ഞാൽ എനിക്ക് പൊന്തൽക്കാട് അല്ലേ, പൊന്തൽക്കാടെന്നല്ലേ പറയുന്നത് ആണെന്ന് തോന്നട്ടെ. തെറ്റാണെങ്കിൽ ക്ഷമിക്കണം, പൊട്ടത്തരമാണ് പറഞ്ഞെങ്കിൽ ക്ഷമിക്കണം. പക്ഷെ എന്തായാലും സിറ്റിക്കകത്ത് തന്നെ അങ്ങനെ ഒരു ഡെൻസ് സെറ്റപ്പ് ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മുടെ പൂവാറൊക്കെ ഇല്ലേ, പൂവാർ ഞങ്ങൾ ഇതുപോലെ മാംഗ്രോവ് ഇതിനകത്തൂടെ ബോട്ടിംഗ് ഒക്കെ പോയിട്ടുണ്ട് പണ്ട്. ഗോവയിൽ ഇതുവരെ പോയിട്ടില്ല. നമ്മൾ ആദ്യം പോയ ആ കാട്ട് വഴി അല്ലായിരുന്നു, നമ്മളേതോ കാട്ടിനകത്ത് ഗൂഗിൾ മാപ്പ് ചില സമയത്ത് നമ്മളെ ചതിക്കില്ലേ, അതുപോലെ ചതിച്ചതാണ്. ഇതാണ് സെറ്റപ്പ്. ഒടുവിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മൾ സൺസെറ്റ് ടൈമിൽ തന്നെ എത്തിയോണ്ട് അതിൻ്റെ ഒരു ഭംഗിയുമുണ്ട്, നല്ല രസമുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. ആക്ച്വലി ഇവിടെ വരാൻ പറ്റിയൊരു സമയം തന്നെ ആയിരുന്നു ഇതെന്ന് തോന്നുന്നു. അല്ല ഉണ്ണിയോ? അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ ആ സൈഡിലാണ് വണ്ടി കൊണ്ടിട്ട്, ഇവിടെ നിന്ന് ഇങ്ങനെയാണ് നടന്നു വരുന്നതെന്നൊരു ഐഡിയ ഇല്ലായിരുന്നു. പക്ഷെ നമ്മൾ വന്ന് പറ്റിയ സമയമല്ലേ, താമസിച്ചൊക്കെ ആണെങ്കിൽ നല്ല സൺസെറ്റ്, നല്ല ലൈറ്റ്. വാഴ ബേബ, ജാന ബേബ, വേണം വേണം, ജാന ബേബ, വാഴ ബേബ, വാഴ ബേബ. മങ്കിയെ കണ്ട ജാനുമീരെ കൂടെ കളിക്കും. മങ്കി ജാനുമീരെ കൂടെ കളിക്കാൻ വരും. ആ ജാനു ബേർഡാവുന്ന എങ്ങനെ? പിടിക്കണില്ല, ഇവിടെ വന്നപ്പോ മുതല് ജാനുവി നാട്ടം ചെറിയൊരു എന്താ പറയാ ഈ കായലിന്റെ ഒക്കെ ഒരു പ്രത്യേക സ്മെല്ലുണ്ട്. അതുകൊണ്ട് വന്നപ്പോ മുതല് നാട്ടം നാട്ടം പറഞ്ഞോണ്ടിരിക്കുക. ഇവിടെ ആക്ച്വലി ഇതാണ്ട് ഡസ്റ്റ്ബിൻസ് ഒക്കെ നല്ലപോലെ വെച്ചിട്ടുണ്ട്, എങ്കിലും ആളുകൾ ഇതിനകത്ത് തന്നെ ഇതാണ്ട് ലേസിൻ്റെ കവറൊക്കെ കിടക്കുന്നുണ്ട്. അതെ, ഇവിടെ വരുമ്പോൾ സൂക്ഷിച്ച് നോക്കിയൊക്കെ നടക്കണം. ഇങ്ങനെയൊക്കെ ചില പ്ലാന്റ്സ് ഇളകിയിട്ടും ചില ഇവിടെ കുഴപ്പമില്ല, ചില ഇതുപോലത്തെ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്ന സ്ഥലങ്ങളുണ്ട്, അതിൽ ചിലത് ഇങ്ങനെ വളഞ്ഞൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ സൂക്ഷിച്ച് വേണം കയറിപ്പോകാൻ. ഇവിടെ എന്താ സംഭവിച്ചത്? ഈ പെണ്ണ് വന്ന് വീണ് തലയിടുത്ത ഈ ബെഞ്ചിൻ്റെ ഇവിടെ വന്ന് തലയും ഇടിച്ച് കരച്ചിലായിരുന്നു. എന്നിട്ട് ഇപ്പൊ ആ നാട്ട് വീഴുന്നു. എന്തായാലും ആളോക്കെ ഒന്നും കേക്കുന്നില്ല. ഓക്കെ ഡൺ. ഹലോ ഹലോ, ഡൺമേനോ? ഓക്കെ ബൈ ബൈ. ഡൺമേനോ? ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും തൂക്കി പിടിച്ചുകൊണ്ട് പോകുന്നതാണ് ആ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ മാംഗ്രോവ് ബോർഡ് വാക്കും ഡെഫിനറ്റ്ലി ഒരു ഓഫ് ബീറ്റ് ഗോവ എക്സ്പീരിയൻസ് തന്നെയാണ്. ഒരു എല്ലാ സൺസെറ്റും ബീച്ചിൽ പോകുന്നതിന് പകരം ഒരു സൺസെറ്റ് നിങ്ങൾക്ക് ഡെഫിനറ്റായിട്ട് ഇവിടെ സ്പെൻഡ് ചെയ്യാവുന്നതാണ്. ഒരു കാം ആൻഡ് പീസ്ഫുൾ സ്ഥലമാണ്. ഫാമിലി ആയിട്ട് പോയിരുന്നാൽ നിങ്ങൾ ഡെഫിനറ്റായിട്ട് എൻജോയ്. നമ്മൾ റെഡിയായി ഇറങ്ങിയിരിക്കുകയാണ് ഡിന്നറിന്. കുറേ നമ്മൾ സെർച്ച് ചെയ്തു ഫോണ്ടൻ ഹൗസിൽ ഡിന്നറിനല്ല ഫുഡ് പറ്റിയ സ്ഥലങ്ങൾ ഏതാണെന്ന്. അങ്ങനെ 1-2 ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. അതിലേത് വേണമെന്ന് തീരുമാനിച്ചു. അതൊക്കെ റൂമിലിരുന്ന് ഡിസൈഡ് ചെയ്തിട്ട്
ഫൈനലി ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ്. ആ കാണുന്നതാണ് സെറ്റപ്പ്. നമ്മൾ എന്തൊക്കെയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്? നമ്മളിപ്പോൾ ഓർഡർ ചെയ്തിരിക്കുന്നത് ഞാൻ പറയാം, റിപ്പീറ്റ് ചെയ്യാം. വെയിറ്റ്, ഒരു പ്രോൺസ് കറി റൈസ്, അതായത് വിത്ത് ഗോവൻ റൈസ്. അത് നമ്മൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഗോവൻ റൈസ് എന്താണ് നമ്മൾ ചോദിച്ചത് വലിയിട്ടാണെന്നൊക്കെ പറഞ്ഞ് ചോദിച്ചപ്പോൾ നമ്മുടെ മട്ട അരി അല്ലേ, അതാണ് സംഭവം. പിന്നെ റെച്ചേഡോ റെക്കേഡോ പ്രൊണൗൺസിയേഷൻ ഒക്കെ തെറ്റായിരിക്കും കേട്ടോ. അതെ, പോർക്ക് സോസേജ് ചില്ലി ഫ്രൈ. പിന്നെ ഞാൻ മദ്യപിക്കാത്തതുകൊണ്ട് മായിക്ക് മാത്രം ഒരു കാജു ഫെനി ലാർജ്. ഇത്രയുമാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ബാക്കി വന്നിട്ട് കാണിച്ചു തരാം. ആക്ച്വലി ഞാൻ ഇപ്പോഴാണ് ഓർത്തത്, നിങ്ങളുടെ അടുത്തൊരു വലിയ ഡീറ്റെയിൽ ഇടയ്ക്ക് വെച്ച് പറയാൻ മറന്നുപോയി. അതായത് നമ്മളിന്ന് മ്യൂസിയംസും ഓഫ് ബീറ്റായിട്ട് ഈ മ്യൂസിയംസും ഫോണ്ടൻ ഹൗസും ഒക്കെ കവർ ചെയ്യുമെന്നാണല്ലോ പറഞ്ഞിരുന്നത്. പക്ഷേ ഫോണ്ടൻ ഹൗസിൻ്റെ പ്ലാൻ ഞാൻ ഇടയ്ക്ക് അതും പറഞ്ഞിരുന്നത്, നമ്മുടെ പ്ലാൻ എല്ലാം മാറാം ബിക്കോസ് ജാനുവരി ഉള്ളതുകൊണ്ട്. അതുപോലെ നമുക്ക് ഫോണ്ടൻ ഹൗസിൽ പോകാൻ പറ്റിയില്ല, കവർ ചെയ്യാൻ പറ്റിയില്ല. പകരമാണ് നമ്മൾ മാംഗ്രോവ് ബോർഡ് വാക്കിൽ പോയത്. ഞങ്ങൾ ആക്ച്വലി പണ്ട് ഗോവയിൽ വന്നപ്പോൾ ഫെനി ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് അല്ലേ, നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് സത്യം പറഞ്ഞാൽ ഓർമ്മയില്ല. ജ്യൂസോ എൻ്റെ ദൈവമേ, അത് ലിംക്കയാണ്, ലിംക്ക. ഒരു പ്രത്യേക രുചി. ആക്ച്വലി കാഷ്യൂനട്ടിന്റെ പഴമില്ലേ, അത് കഴിച്ചിട്ടുണ്ടോ നീ? അതെനിക്ക് അറിഞ്ഞൂടായിരുന്നു. എന്തായാലും അതിന്റെ ടേസ്റ്റ് നല്ലപോലെ ഉണ്ട്. എനിക്ക് ആ കാഷ്യൂ പഴത്തിന്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് എനിക്കത് പണ്ട് കഴിച്ചിട്ടുള്ളതാണ്. അങ്ങനെ നമ്മുടെ പോർക്ക് ചില്ലി സോസേജ് അല്ലേ ബേബി, നല്ല ചൂടാണ് ബേബി, ചൂടാണടാ, ചൂടാണ് ബേബാ. തരും കേട്ടോ അച്ഛൻ, അരച്ചിട്ട് തരും. ഇപ്പം ആദ്യം അച്ഛൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ചൂടാണോ നോക്കട്ടെ അച്ഛൻ, എങ്ങനെയുണ്ട്? പൊളിയാ, വേറെ ലെവലാ, അടിപൊളി സാധനം അല്ലേ. പക്ഷെ ഇതിന് സോസേജ് പോലെ അല്ല ഇരിക്കുന്നത് അല്ലേ, ഒരു നോർമൽ പ്രോൺ കറി റൈസ്. ഇത് മാക്കറൽ റെച്ചേഡോ, നമ്മൾ നേരത്തെ കണ്ട ചില്ലി ഫ്രൈ. പ്രോൺ കറി റൈസ് ട്രൈ ചെയ്യാൻ പോകുന്നുണ്ട്. രക്ഷയില്ല കേട്ടോ, തേങ്ങാപ്പാലിലേക്ക് നല്ല ടേസ്റ്റ്. ആക്ച്വലി നമ്മുടെ ഒരു ഫ്ലേവേഴ്സ് ഒക്കെ തന്നെ. എങ്ങനെയുണ്ട്? പക്ഷെ നമ്മുടെ ഫിഷ് ഫ്രൈ ഒക്കെ പോലെ ഒരാൾ ഇതേ ഇവിടെ ബില്ല് ചോദിക്കാൻ പോയിട്ട് തിരിച്ചു വരികയാണ്. എന്തിനു പോകുന്നു ഞാനുമേ, എന്തിനു വിളിക്കുന്ന? അങ്ങനെ ഇവിടുന്ന് ഇറങ്ങിയിരിക്കുകയാണ്. നല്ലൊരു ഫുഡായിരുന്നു. ഗോവൻ കുസിനാണ് നമ്മൾ കഴിച്ചതല്ലേ അല്ലേ, നല്ലതാണ്, കുഴപ്പമില്ല. വിലയും അത്യാവശ്യം കുഴപ്പമില്ലാത്ത വിലയാണ്. വിലയോ തുച്ഛം ഗുണമോ മെച്ചം എന്നറിയുന്ന അതെ. അപ്പോൾ മിക്കവാറും ഇന്നത്തെ നമ്മുടെ വ്ളോഗ് ഇവിടെ തീരുമായിരിക്കും. നമ്മൾ ഡേ 1 ഡേ 2 അങ്ങനെ ചെയ്യാൻ തീരുമാനിക്കുകയാണെങ്കിൽ, നമ്മുടെ ഫസ്റ്റ് ടൈം വ്ളോഗിങ് ആയതുകൊണ്ട് നമുക്ക് തന്നെ അറിഞ്ഞുവിടല്ലേ ഉണ്ടോ എവിടെ തീരും, എവിടെ അവസാനിപ്പിക്കണം, എവിടെ തുടങ്ങണം എന്നൊക്കെ. അപ്പോൾ മിക്കവാറും ഇത് ഡേ 2ൻ്റെ അവസാനമാണ്. അപ്പോൾ നമ്മുടെ വ്ളോഗിൻ്റെ അവസാനമായിരിക്കും. അപ്പോൾ see you on day 3.